വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ അവസാനത്തോളം നാം എടുത്തു പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ കാണുവാൻ കഴിയും. പാഴും ശൂന്യവും ഇരുളുമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും ദൈവിക പദ്ധതികൾക്കായി മനുഷ്യവാസമാകത്തക്ക വിധത്തിൽ ഭൂമിയെ മാറ്റുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. ശത്രുവായവൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവം നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം അത് ജീവിപ്പിക്കുന്നതാ, അത് ജീവൻ നൽകുന്നതാ. ഇന്ന് നമ്മുടെ ജീവിതയാത്രകളിൽ ഈ ജീവിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന ദൈവശബ്ദം നാം കേൾക്കാറുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്.